സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഈ വർഷത്തെ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിൽ വോളണ്ടിയർ സേവനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന അപേക്ഷാ ഫോമുമായി ബന്ധമില്ലെന്ന് ഹജ്ജ് കമ്മിറ്റി. സംസ്ഥാന സർക്കാരിന്റെ 16/3/2024 ഉത്തരവ് പ്രകാരം ഹജ്ജ് ക്യാമ്പിലെ വിവിധ പർച്ചേസ് നടപടികൾക്കായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ലോക്കൽ പർച്ചേസ് കമ്മിറ്റി മുഖേന നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തീർത്തും സുതാര്യമായി വിവിധ ആവശ്യങ്ങൾക്കുള്ള ടെൻഡറുകൾ ക്ഷണിച്ചതിനോടൊപ്പം ഹജ്ജ് ക്യാമ്പിൽ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിക്കുകയും ലഭ്യമായ മുഴുവൻ ടെൻഡറുകളും ബന്ധപ്പെട്ട കമ്മിറ്റി പരിശോധിച്ച് ഏറ്റവും കുറവ് നിരക്ക് ക്വാട്ട് ചെയ്ത് കക്ഷിക്ക് വ്യവസ്ഥകൾ പ്രകാരം കരാർ നൽകുകയും ചെയ്തിരുന്നു. ക്യാമ്പ് കാലയളവിൽ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യേണ്ട പൂർണ്ണ ചുമതല ടെൻഡർ ലഭിക്കുന്ന കക്ഷിക്കാണ്. ഇതിനാവശ്യമായ ജീവനക്കാരെ ലഭ്യമാക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ്. പരാതിരഹിതമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്ന് ബന്ധപ്പെട്ടവരെ കൃത്യമായി അറിയിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിൽ കാണുന്ന രീതിയിലുള്ള വാർത്തകളിലോ മറ്റോ ഒരു നിലക്കും ഹജ്ജ് കമ്മിറ്റിക്ക് പങ്കില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എല്ലാ വിഭാഗത്തിന്റെയും പൂർണ്ണ സഹകരണത്തോടെ നടക്കുന്ന ഹജ്ജ് ക്യാമ്പിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായി വന്ന വാർത്തകൾ തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഹജ്ജ് ക്യാമ്പ് സ്വാഗത സംഘം കമ്മിറ്റിയിലും മറ്റെല്ലാ സമിതികളിലും എല്ലാ വിഭാഗം ആളുകളുടെയും നിയമാനുസൃതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചും സഹകരിച്ചുമുള്ള സമീപനമാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സുഗമമാക്കുന്നതിന് ഹജ്ജ് വകുപ്പ് മന്ത്രി പി അബ്ദുൾ റഹ്മാന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ 3 എംബാർക്കേഷൻ പോയിന്റുകളിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ പ്രത്യേക യോഗങ്ങൾ ചേരുകയും വിവിധ തലങ്ങളിലുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വകുപ്പ് മേധാവികളുടെ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. ഹജ്ജ് ക്യാമ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതലയും ഇതിനകം നൽകിയിട്ടുണ്ട്. ഈ വർഷം സംസ്ഥാനത്തെ 3 ഹജ്ജ് ക്യാമ്പുകളിലെയും വിവിധ തലങ്ങളിൽ സേവനം ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ പരിചയസമ്പന്നരായ ട്രെയിനർമാരിൽ നിന്നും ലിസ്റ്റ് ചെയ്തു. മുൻ വർഷങ്ങളിൽ സമർത്ഥരായ വോളണ്ടിയർമാരെ പ്രത്യേകം പരിഗണിക്കാനും അതോടൊപ്പം താൽപ്പര്യമുള്ളവർക്ക് നിബന്ധനകളോടെ അവസരം നൽകാനുമാണ് ഹജ്ജ് കമ്മിറ്റിയുടെ തീരുമാനം. ആ നിലയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഹജ്ജ് ക്യാമ്പ് സംഘാടനത്തിനായി 3 എംബാർക്കേഷൻ പോയിന്റുകളിലും അതത് ജില്ലകളിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിപുലമായ ക്യാമ്പ് ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിന്റെ കീഴിൽ വിവിധ സബ് കമ്മിറ്റികളായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടന യാത്ര അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കെ പ്രവർത്തനങ്ങളെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ആരിൽ നിന്നും ഉണ്ടാവരുതെന്നും ഹജ്ജ് ക്യാമ്പ് പ്രവർത്തനങ്ങളിൽ കക്ഷി സംഘടനാ ഭേദമന്യേ എല്ലാവരും സഹകരിച്ചു പ്രവർത്തിക്കണമെന്നും ഹജ്ജ് കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.